പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നല്ലവനായ ദൈവം തകർച്ചകൾ നമുക്ക് അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ എല്ലാം മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണിത്. നല്ലവനായ ദൈവം, കാരുണ്യവാനായ ദൈവം, നമ്മോട് കരുതലും കരുണയുമുള്ള ദൈവം എന്തുകൊണ്ടാണ് ഇത്ര വൻ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്ന്. ജെറമിയ 29:11 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. സർവശക്തനായ ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് സൂര്യനേക്കാൾ 10,000 മടങ്ങ് ഇരട്ടി പ്രകാശമുള്ളതാണ്. ദൈവത്തിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാനോ മറിഞ്ഞിരിക്കാനോ സാധിക്കുകയില്ല. ഹൃദയമാണ് ദൈവം പരിശോധിക്കുന്നത്. ആത്മരക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നതും. നമ്മുടെ ആത്മാവിനെ നാശത്തിൽ നിന്നും രക്ഷപ്പെടുത്തി തൻ്റെ സ്വന്തമാക്കാനായിട്ട് ദൈവം പദ്ധതികൾ രൂപീകരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 17:27 തിരുവചനം പറയുന്നു, ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ നാം ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോകുമ്പോൾ നാം ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സാഹചര്യം, അതാണ് സഹനം. അത് ദൈവം നമുക്ക് അനുവദിക്കാറുണ്ട്. യെശയ്യാ 48:10-11 തിരുവചനങ്ങളിലൂടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി, നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവം ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കും. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നത്. ക്രിസ്ത്യാനിയുടെ സഹനം പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ്. 1 യോഹന്നാൻ 2:6 തിരുവചനം പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഒരു പാപവും ചെയ്യാത്ത പരമപരിശുദ്ധനായ യേശുവിന് സഹനമുണ്ടായി. യേശുവിൻ്റെ സഹനം മുഴുവൻ ലോകരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ സഹനം യേശുവിനോടൊപ്പമുള്ള സഹനമാണ്. യേശു ശിരസ്സാണ്. ശിരസ്സായ യേശു വളരെയധികം സഹിച്ചു. അപ്പോൾ അവയവങ്ങളായ നമുക്കും ഒത്തിരി സഹിക്കേണ്ടി വരും. നമ്മുടെ സഹനങ്ങൾ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനും അനേകം പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടിയാണ് ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത്. പാപികളായ നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ മുഴുവൻ പാപമില്ലാത്ത യേശു ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ നമുക്കായി ബലിയർപ്പിച്ചു. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. തകർച്ചകൾക്ക് 3 കാരണങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാകും. നാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സഹനത്തിലൂടെ ദൈവം നമ്മെ മാടി വിളിക്കുകയാണ്. ചിലപ്പോൾ മറ്റുള്ളവർ നമുക്ക് സഹനങ്ങൾ തരുന്നു. നിന്ദനങ്ങളും പരിഹാസങ്ങളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. അത് നമുക്ക് ദുഃഖവും വേദനയും എല്ലാം ഉളവാക്കുന്നുണ്ട്. നാം ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, ഇവരെല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മളുടെ വേദന വളരെ വലുതാണ്. പക്ഷേ ആ വേദനകൾ ആ കുടുംബാംഗങ്ങളുടെ മാനസാന്തരത്തെ ഉദ്ദേശിച്ച് ദൈവം നമുക്ക് നൽകുന്നതാണ്. ചിലപ്പോൾ നാം നന്മകൾ ചെയ്തിട്ടും വിശുദ്ധിയിൽ ജീവിച്ചിട്ടും ധാരാളം സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതെല്ലാം പാപികളുടെ മാനസാന്തരത്തിനായും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കളുടെ മോചനത്തിനുമായും
നാം കാഴ്ചവെക്കുവാനായിട്ട് ദൈവം പദ്ധതിയിട്ടിട്ടുണ്ട്. ആ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് നമുക്കിങ്ങനെ സഹനങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സഹനങ്ങൾ യേശുവിൻ്റെ കുരിശിനോടുകൂടെ ചേർത്ത് വെച്ച് സമർപ്പിക്കുമ്പോഴാണ് അതെല്ലാം നന്മയ്ക്കായി മാറുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.